അപ്പം കേരളത്തിന് പുറത്ത് എനിക്കെൻ്റെ ഒരു അനുഭവം തുറന്നു പറയും. ഇത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. 2023 ഒക്ടോബർ 15 മൂകാംബികാ ദേവിയുടെ ബ്രഹ്മകലശ ബ്രഹ്മോത്സവം നടക്കുകയാണ്. ഞാനും ഭാര്യയും കൂടി വൈകിട്ട് 6:15 ക്ഷേത്രത്തിനകത്ത് കടന്നു. മൂകാംബികയിൽ അകത്ത് കടന്നപ്പോൾ നടയിൽ മറഞ്ഞുകൊണ്ട് 3 സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവർ തൊഴുതുകൊണ്ടേ നിൽക്കുകയാണ്. അവർ വളരെ ധനികരാണെന്ന് അവരുടെ വളയിൽ നിന്നും മാലയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എൻ്റെ മുമ്പിലായിട്ട്, അവരുടെ പുറകിലായിട്ട് എൻ്റെ മുമ്പിലായിട്ട് ഒരു കുറുതായ സ്ത്രീ, മാല ഇല്ലാത്തൊരു സ്ത്രീ, വെറും ഒരു കറുത്ത ചരടിൽ താലി കോർത്തൊരു സ്ത്രീ, മഞ്ഞ ചരടിൽ എൻ്റെ മുമ്പിൽ നിന്ന് തൊഴുകയാണ് അവർ. അപ്പം എന്നെ അറിയാം, ഈ ദേവസ്ഥ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ എന്നെ അറിയാം. ഈ സ്ത്രീയോട് ഹോഗി ഹോഗി എന്നിവർ പറയുന്നുണ്ട്, പോന്ന്. ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നുകൂടി നോക്കിയതിന് ഒരു തള്ളു വെച്ച് കൊടുത്തു. പുരുഷൻ എവിടെ വെച്ച് തള്ളി? അവിടെയൊക്കെ സ്ത്രീകൾ ഈ താഴ്ത്തിയ ബ്ലൗസ് കട്ട് ചെയ്യുക പുറത്ത്, ആ ഭാഗത്ത് പിടിച്ച് തള്ളി. അപ്പം ഞാൻ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ഇത്? നമുക്ക് ആണെങ്കിൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇയാൾ പിന്നെയും തള്ളി. അപ്പോൾ ഈ സ്ത്രീ വീണ സ്ത്രീ എഴുന്നേറ്റിട്ട് കരഞ്ഞുകൊണ്ട് എന്തായി കാണിക്കണം എന്നുള്ള അവരുടെ ഭാഷയിൽ ചോദിച്ചു. ഇയാൾ പട്ടിയാട്ടുന്ന പോലെ ഒന്നുകൂടി തള്ളി അവരെ. എനിക്കിത് സഹിക്കാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ ആ ഹനുമാൻ്റെ ആ ഒരു വല്ലാത്ത വിഷമം. ഒരു സ്ത്രീയെ തള്ളു, അതേ സമയത്ത് 3 സ്ത്രീകൾ നിരന്ന് നടയിൽ നിന്ന് അവരിറങ്ങുന്നില്ല, അവരോട് പോകാൻ പറയുന്നില്ല. അങ്ങോട്ട് ഇറങ്ങി സ്ത്രീ, എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ആ പഴയ ആ ഒരു ഇതങ്ങോട്ട്. അപ്പം ഞാൻ ഇവരെ പിന്നാലെ പോയപ്പോൾ അവരുടെ മക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉളുപ്പുണ്ട്? ഞാൻ അറിയാവുന്ന കന്നഡയിൽ ചോദിച്ചു, ഈ സ്ത്രീയെ പിടിച്ച് തള്ളി കണ്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തറിയോ? സാർ അവർ വലിയ ആൾക്കാരാണ് സാർ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? നട്ടലിൻ്റെ സർജറി കഴിഞ്ഞിട്ട് മൂകാംബിക്ക് നന്ദി പറയാൻ വന്ന സ്ത്രീയാണ്. അവർ പറയുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് അവർ ഹരിജൻസാണ്. എങ്ങനെ മനസ്സിലായെന്നാണെങ്കിൽ, ഞാൻ ഇവരെ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഈ തള്ളിയ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥൻ, അവന് ടാഗില്ല, ഒന്നുമില്ല, ഒരു തനി ലോക്കൽ ഗൂണ്ട, അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ കയ്യും കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, നീ ആരുടെ അവനെ തള്ളാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ എന്നെ തള്ളി. ആ ക്ഷേത്രത്തിന് ഫുട്ടേജ് ഉണ്ട്. എന്നെയും കൂടെ തള്ളി. ഞാൻ പിന്നെ നമ്മൾ ഈ അറിയാലോ, നമ്മൾ ഈ പിന്നെ ശാഖയിലൊക്കെ നമ്മൾ കുറച്ചു കാലം കളിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും. അതേ ബലത്തിൽ ഞാൻ അങ്ങോട്ട് അവൻ വീണു. തിരിച്ച് എന്നെയും പിടിച്ച് തള്ളി. അങ്ങനെ ഒന്നും തള്ളുമായി. ദേവസ്വത്തെ ഓഫീസിൽ പോയി ഇതെടുക്കാൻ പറഞ്ഞു, ഈ വിഷ്വൽസ്. അപ്പോൾ ശരിയാണ്, സ്ത്രീയെ പിടിച്ച് തള്ളിയിട്ട് 3 തവണ അവരാകെ ജാള്യതയായി. അപ്പം അയാൾ പറഞ്ഞു, സർ നിങ്ങൾ വക്കീലായിരിക്കാം, പക്ഷെ ക്ഷേത്രത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി? നിങ്ങളുടെ ഈ എംപ്ലോയി ടാഗ് ഇല്ലാതെ നിന്നുകൊണ്ട് ഒരു സ്ത്രീയെ പുരുഷൻ പിടിച്ച് തള്ളുകയാണ്. 3 പേരോടെ നിൽക്കുന്നുണ്ടല്ലേ അനങ്ങാപ്പാറ പോലെ. അവരെന്താ തള്ളാത്തത്? ഈ സ്ത്രീ 1/2 സെക്കൻഡ് എടുത്തിട്ടില്ല ദേവി ഒന്ന് കാണാൻ. ഇവർ മാറിയിട്ട് വേണം കാണാൻ, അതിന് നിൽക്കണം അവർ. അപ്പോൾ ഇങ്ങനെ ചെയ്തു, വലിയ വിഷയമായി. പിറ്റേ ദിവസം ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തനി ഗൂണ്ടകളാണ്. അവർ ചോദ്യം, മലയാളിയായി നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ബീഹാറിൽ പോയിട്ട് നിങ്ങളെ പെങ്ങളെ ഒരാൾ പീഡിപ്പിച്ചാൽ നിങ്ങളത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു വരുമോ? എൻ്റെ ആരുമല്ല അവർ ആധാർ കാർഡ് ഞാൻ വാങ്ങി എന്നിട്ട് കേസ് കൊടുക്കാൻ. അപ്പം എന്നോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഇന്ന സമുദായക്കാരന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അവർ പറഞ്ഞു, പേടിയാണ്. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി, കേരളത്തിന് എന്തൊക്കെ ന്യൂനത ഉണ്ടെങ്കിലും ഒരു പൊതുബോധം കേരളത്തിലുണ്ട്. പുറത്തേക്ക് പോയാൽ അതില്ല, ഒന്നുമില്ല. കേസ് കൊടുത്തു. ഞാൻ കേസ് കൊടുത്തപ്പോൾ SI പറയാണ്, സാറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊക്കെ അങ്ങനെ നടക്കും. കേസ് പിൻവലിക്കാൻ വേണ്ടി ആ SI എടുക്കാത്ത, ഞാൻ ഓരോരോ പോയിന്റ് പറഞ്ഞു, ഇന്ന കേസ് അട്രാക്റ്റീവ് വകുപ്പ്. ഉടനെ അവർ അയ്യോ അങ്ങനെ ചെയ്താൻ FIR ഇട്ടാൽ പ്രശ്നമാവും, അയാളുടെ ജോലി പോവും. ഞാൻ പറഞ്ഞു, അയാളുടെ ജോലിയല്ല പ്രശ്നം. ഇവിടെ ഒരു സ്ത്രീ നട്ടലിന് സർജറി കഴിഞ്ഞ് മൂകാംബിക ദേവിക്ക് നന്ദി പറയാൻ വന്നൊരു ഹിന്ദു സ്ത്രീയെ ഇന്ന് ക്ഷേത്രം നാട്ടിപ്പായിച്ചാൽ നാളെ അവർ ക്രിസ്ത്യാനിയായി മാറിയാൽ, മുസ്ലിമായി മാറിയാൽ നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം പറയും? ഇന്നും എൻ്റെ കയ്യിലുണ്ട് ആ കേസിൻ്റെ വാങ്ങിയ റെസീറ്റും ഒക്കെ എൻ്റെ കയ്യിൽ ഞങ്ങൾ കാണിക്കാം. വലിയ ചർച്ചകളായി. ഞാൻ ആ ദിവസത്തിന് ശേഷം മൂകാംബിക ക്ഷേത്രത്തിനകത്ത് കടന്നിട്ടില്ല. അടുത്തിടക്കാണോ? 2023 ഒക്ടോബർ 15. അതിനുശേഷം പോയിട്ടില്ല. ഞാൻ വിളിക്കുമ്പോൾ അങ്ങ് മിക്കവാറും ക്ഷേത്രത്തിൽ പോവില്ല. ഞങ്ങളുടെ പാഠശാല അവിടെ ഉണ്ട്. ഞാനൊരു കാര്യം തീരുമാനമെടുത്തു, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പുരുഷൻ കയറി പിടിച്ച് തള്ളിയിട്ടിട്ടും ഒരു വേദനയും തോന്നാതിരിക്കുന്ന ഒരു ദേവിയാണെങ്കിൽ, ദേവി എത്ര മഹതിയാണെങ്കിലും ദേവിയെ ഞാൻ കാണാൻ പറഞ്ഞെങ്കിൽ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം. പാഞ്ചാലി മറ്റേ മുടി അഴിച്ചിട്ടില്ലേ, ഞാൻ അവിടെ കാണാൻ പോയിട്ടുണ്ട്, ഇങ്ങനെ തൊഴാറുണ്ട്. പക്ഷേ
എനിക്ക് അതിൻ്റെ അകത്ത് കിടക്കാൻ തോന്നി. കാരണം അത്രയ്ക്കും അത് ആ ക്ഷേത്രം എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ലോകത്തെല്ലാവരും യേശുദാസ് അടക്കമുള്ള ആളുകൾ വന്ന് തൊഴുന്ന ക്ഷേത്രമാണ്. ഇത് ബ്ലാസ്ഫമി പറയല്ല, ഇതിന് തെളിവുണ്ട് എൻ്റെ കയ്യിൽ. ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും പോകുന്ന ഹിന്ദുവിന് ദുരനുഭവമല്ലാതെ, ഉന്തും തള്ളുമല്ലാതെ, തെറിയല്ലാതെ എന്താണ് ഉണ്ടാവുന്നത്? വാഗ്ദേവിയുടെ മുമ്പിൽ ഹോഗി ഹോഗി ഇവരുടെ ബഹളമല്ലാതെ. അപ്പം ഇത്ര നീചമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുകയാണ് ഒരു സംഘം. അതെല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ. അത് ഇത് ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ ഒരിടത്തും വ്യത്യാസമല്ല, എല്ലായിടത്തും തന്നെ നടക്കുന്നത്. ഇതിൻ്റെ ഒരു മാറ്റം വരണ്ടേ? ഭഗവാനെ കാണണമെങ്കിൽ എന്തെങ്കിലും പരിചയം വേണം, സ്വാധീനം വേണം, ഒക്കെ വേണം. ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് മൂകാംബിക പോയാൽ നമ്മളോട് പറയത്തില്ല, അവിടെ പരിചയമുണ്ട്, നമുക്ക് മുന്നിൽ നിന്ന് തൊഴാം. അല്ല, മൂകാംബിക പോകുമ്പോൾ ഒരാളെ മാത്രം പരിചയപ്പെട്ടാൽ മതി, ആർക്കും എപ്പോൾ വേണമെങ്കിൽ തൊഴാം. ഗാന്ധിജിയുടെ നോട്ട് ഒരു 5 എണ്ണം കയ്യിൽ പിടിക്കണം. അപ്പോൾ അകത്തുനിന്ന് കുങ്കുമം വരും. അതെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഞാൻ അഹങ്കാരിയായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നവർ. അഹങ്കാരി, ധിക്കാരി. എൻ്റെ ധിക്കാരമൊക്കെ ഞാനന്ന് FIR പിൻവലിക്കേണ്ടി വന്നത് നമ്മുടെ തന്നെ ആളുകൾ പറഞ്ഞത്, സാർ അത് പിൻവലിക്കൂ പ്ലീസ്. ഒരിക്കലും ഒരു സിസ്റ്റം ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്ക് വേണ്ടി പറയില്ല. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് പല സിസ്റ്റത്തിനോടും ഞാൻ മനസ്സുകൊണ്ട് വിഘടിച്ചാൽ നിൽക്കുന്നത്. കാരണം ഈ VIP വരുമ്പോൾ ഇവരൊക്കെ അടിമകളെപ്പോലെ പോയി നിൽക്കും. ഞാൻ പറഞ്ഞ അവർക്ക് അതൊന്നും വേണ്ട, ഒരു സെക്കൻഡ് അവർക്ക് ദേവിയെ കണ്ടാൽ മതിയായിരുന്നു. അതെ അതെ, ഒന്ന് കണ്ടാൽ മതി. അത് ശബരിമല എന്താണ് എല്ലായിടത്തും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നോക്ക് ഭഗവാനെ കാണുന്നതിന് മുമ്പ് തള്ളി മാറ്റാണ്. ജയറാം വന്നപ്പോൾ അവിടെ വല്ല നിയമം ഉണ്ടായിരുന്നോ? ഇല്ല. ജയറാം വന്നപ്പോൾ 2, 3, 4 മിനിറ്റ് നിന്ന് സന്തോഷത്തൊഴുതു, ശരിയല്ലേ, ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. അതേ സമയത്താണ് അവിടെ അനിൽ നോറ്റം പറഞ്ഞിട്ട് ഈ പിന്നെ ഒരു CPM ഗൂണ്ട, പിന്നെ ദേവസ്ഥയുടെ ഉദ്യോഗസ്ഥനായിട്ട് അവൻ കഴുത്തു പിടിച്ചിട്ട് ഭക്തന്മാരെ തള്ളിക്കൊണ്ടിരിക്കുന്ന ജനം TV ചർച്ച ചെയ്തിരുന്നു. അപ്പം കഴുത്തു പിടിച്ച് തള്ളപ്പെടുന്ന മാടുകളുടെ കൂട്ടത്തിലാണ് ഞാൻ ഒരിക്കലും VIP അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മനസ്സിലുണ്ട്, വാഗ്ദേവതയ അമ്മ എൻ്റെ മനസ്സിലുണ്ട്, അമ്മയുടെ കൃപ കൊണ്ട് അല്പസ്വല്പം വാക്സിദ്ധിയുണ്ട്, അത് മതി. മൂകാംബികയിൽ വെച്ചിട്ട് സെൽഫി എടുക്കാൻ ഇവിടുന്ന് ഓടുക മലയാളികളാണ് ഈ പൂജാരിമാരെ നശിപ്പിക്കുന്നത്. ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ തന്ത്രിയെ പോയി വീട്ടിൽ പോയി കണ്ടിട്ട് കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ തന്ത്രി അടുത്തോടെ വരുമ്പോൾ വാ പക്ഷേ പിന്നെ മേശാന്തി പൈസ കൊടുക്കും. ഈ ഒരു പരിപാടി ഇന്ത്യ മുഴുവനുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് ഈ വൃത്തികൾ വടക്കേന്ത്യയിൽ കുറവാണ്. കാരണം അറിയോ, അവിടെ ജനങ്ങൾക്ക് ഓൾറെഡി ധർമ്മം അറിയാം. ഇവിടെ ഒന്നും അറിയാത്ത കഴുതിയാണ് പോയിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ മേലെ നിൽക്കേണ്ട മുമ്പ്. അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു സ്ത്രീ, എൻ്റെ ഒരു പരിചയക്കാരിയ സ്ത്രീ, അവർ ബാംഗ്ലൂരുകാരാണ്. മൂകാംബികയിൽ വെച്ചിട്ട് സംസാരിച്ചു, ഞാനും വൈഫും ഉണ്ട്. സംസാരിച്ചിട്ട് പറഞ്ഞു, സാറേ പിന്നെ ഞങ്ങളിനി ദർശനം കഴിഞ്ഞു, ഞങ്ങൾ പിന്നെ മേശാന്തിരെ വീട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞു, അതെന്തിനാ? മേൽശാന്തിരെ വീട്ടിൽ പോയിട്ട് പ്രസാദം വാങ്ങുക, അതെന്ത് പരിപാടിയാണ്? ഞാൻ ഇന്ന് വരെ മൂകാംബികയിൽ എത്രയോ വർഷങ്ങൾ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു തന്ത്രിയുടെയോ ഒരു മേശാന്തിയുടെയോ വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ പോകുന്ന എല്ലാ സെലിബ്രിറ്റി ആദ്യം ബന്ധം വെക്കുക മൂകാംബിയോടല്ല, അടികേടെടുത്താണ്. അതെന്തിനാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇത് ചോദിക്കുമ്പോൾ എനിക്കെതിരാവും, പലരും എതിരാവും. പക്ഷേ ഉള്ളത് അങ്ങോട്ട് പറയാമല്ലോ. എനിക്ക് വടയാർ സുനിലിനോട് സംസാരിക്കുന്ന ധൈര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഇവരെന്താ ചെയ്യുക? യേശുദാസിനെ മെല്ലെ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് നവരാത്രി ഇങ്ങനെ കാണിക്കും, എന്നിട്ട് പറയും അടിക്കുറിപ്പ്, മേശാന്തിയുടെ അനുഗ്രഹം വാങ്ങുന്നു. യേശുദാസ് ആരാണ്? മഹാനായ യേശുദാസിനെ ഇവിടെ കൊണ്ടിട്ട് കുടത്തിലിടുകയാണ്. മോഹൻലാൽ അനുഗ്രഹം വാങ്ങുന്നു. മോഹൻലാലിന് തൽക്കാലം ഇപ്പോൾ ഇവരുടെ ആരും അനുഗ്രഹം ആവശ്യമില്ല. കാരണം അയാൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ കലാകാരനായി കഴിഞ്ഞു ഓൾറെഡി. അത് മൂകാംബികകാരനാണ്. അർച്ചകർ കാണണമല്ല, അർച്ചകൻ മരിച്ചും ജനിച്ചും ജീവിക്കണമെന്നാണ്. മൂകാംബിക മരണമില്ല. ഈ ബോധം ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ട് ഈ മാറാവ്യാധി പടർന്ന് അവിടെ എത്തി. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള നഷ്ടജാതകം എഴുതുന്നതിന് മുമ്പ് മൂകാംബിക പോയ കഥ വിവരിച്ചിട്ടുണ്ട്. വളരെ ലളിതമായി ഒരു അടികര വീട്ടിൽ കിടന്നുറങ്ങി, അവിടുന്ന് ഊണ് കഴിച്ചു പോകുന്നു. അന്ന് അനുഗ്രഹം കൊടുക്കലില്ലായിരുന്നു, ഇപ്പോൾ അനുഗ്രഹം കൊടുക്കൽ കൂടുതലാണ്. അനുഗ്രഹം കൊടുക്കുക, അങ്ങനെ അനുഗ്രഹം വാങ്ങി. യേശുദാസ് 80 വയസ്സിൽ, പിന്നെ 86 വയസ്സായി. ഈ മോഹൻലാൽ ഇത്രയൊക്കെ ഫാൽക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങി. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? ഇനി അങ്ങനെ അനുഗ്രഹം വാങ്ങാത്ത ഒരാളേ ഉള്ളൂ ഇവരുടെ അടുത്തുനിന്ന്, ഇളയരാജയാണ്. അയാൾ എന്നെ പോലെ ഒരു അഹങ്കാരിയാണ്. ഇവൻ്റെ ഒന്നും അനുഗ്രഹം എനിക്ക് വേണ്ട, എനിക്ക് ദേവിയുടെ അനുഗ്രഹം മതി പറഞ്ഞാൽ അയാൾ അവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോകും. ഇവരെന്താ ചോദിച്ചാൽ വെള്ള വണ്ടി അങ്ങടേക്ക് കൊണ്ടുപോകും. അതിന് ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്, ഏജൻസ് ഉണ്ട്. കേരളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ്റെ മകൻ അവിടെ വലിയൊരു ഏജൻറ്റാണ്. ഈ മേൽശാന്തിമാരെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുക, കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഇങ്ങനൊരു വലിയ പരിപാടി നടക്കുന്നുണ്ട് അവിടെ.
ഇതൊരു ഉപജാപക വൃന്ദമാണ്. ഇത് ശബരിമലയിലുണ്ട്, ഓർമ്മയുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് കച്ചവടക്കാരനും ഇങ്ങനെയുള്ള ഈ മൂന്നാന്മാരെന്നല്ലേ പറയാം ലോക്കൽ ലാംഗ്വേജിൽ, ഈ ബ്രോക്കേഴ്സിന് തടവിൽ നിന്നും മേശാന്തിമാർ രക്ഷപ്പെടണം. നിങ്ങൾ പ്രശസ്തിയല്ല ഉണ്ടാക്കുന്നത്, ജയിലിലേക്കുള്ള വഴിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ രാജീവരുടെ അറസ്റ്റ് ഒരു പാഠമായിരിക്കേണ്ടതാണ്. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.